അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഇന്നിപ്പോൾ വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിലാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. പുതിയ സർക്കാർ വന്ന് വി ഡി സതീശൻ പുനർജനി കേസിൽ കാലങ്ങളായി വർഷങ്ങളായി ആരോപണ വിധേയനായി നിൽക്കുന്ന വി ഡി സതീശൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെട്ട കേസിൽ വിജിലൻസ് മന്ത്രി വിജിലൻസിൻ്റെ ശുപാർശ തള്ളിക്കൊണ്ട് തെളിവില്ല എന്നാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിജിലൻസ് അന്വേഷിച്ചു, തെളിവില്ല. അങ്ങനെ തെളിവ് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ, തെളിവില്ലാത്തതിനാലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്നാണ് ഇപ്പോഴത്തെ വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കായി പറഞ്ഞത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിയായി നിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇത് ശരിയാണോ? രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം മന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് എന്ന ഒരു അന്വേഷണം, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ആ കോടതിയിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് വാർത്തയായിട്ട് പുറത്തു വരും. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ അഭിപ്രായം പറഞ്ഞു എന്നിരിക്കാം. പക്ഷേ അത്തരത്തിലൊരു റിപ്പോർട്ടിനെ കുറിച്ച് മന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് ഏറ്റവും ആദ്യമായിട്ടാണ്, ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. മറ്റൊന്ന്, വിജിലൻസ് നടത്തുന്ന അന്വേഷണം അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കാൻ പറ്റാത്ത, കാരണം FCRA നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്തടക്കം അന്വേഷിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി തന്നെ ഇതുമായിട്ട് വേണം അന്വേഷണം നടത്താൻ എന്ന് വിജിലൻസ് 2025 തീരുമാനിച്ചതാണ്. അത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ഒരു തരത്തിലും അതിനെ രാഷ്ട്രീയപരമായിട്ട് കാണാതെ കുറച്ച് ഒരു ചോദ്യാവലി തയ്യാറാക്കി വിജിലൻസിനോട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ വിജിലൻസ് ആ ചോദ്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഇന്ന മേഖല അന്വേഷിക്കാൻ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് പറ്റൂ എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വിജിലൻസിന് തന്നെ അവർ കൊടുത്ത നേരത്തെ റിപ്പോർട്ട് തിരുത്താൻ എന്താണ് അനുവാദം? ആരാണ് അതിന് അധികാരം കൊടുക്കുന്നത്? അതായത് വിജിലൻസ് തന്നെ 2025 ഏപ്രിൽ മാസത്തിൽ ഇത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ അന്വേഷിച്ചു, ഇന്നത് കണ്ടെത്തി, ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം, അതിന് നിയമപ്രകാരമുള്ള റഫറൻസ് വേണം എന്ന് പറയുന്നു. സംസ്ഥാന ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നു, കുറച്ചുകൂടെ ഗ്രാവിറ്റിയോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അന്വേഷിച്ച് ഇന്നതൊക്കെയാണ്, അത് കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്നതാണ്, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ FCRA നിയമപ്രകാരം അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. ആ ഒരു ശുപാർശ, ആ ഒരു അന്വേഷണ റിപ്പോർട്ട് അത് അവർ തന്നെ ഒരു കാരണമില്ലാതെ തിരുത്തുകയാണ്. ആ കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു എന്നതാണ്. ആ UDF അധികാരത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു കോടതിയല്ല പറഞ്ഞത് നിങ്ങളൊരു പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. അവർ തന്നെ നടത്തിയ അന്വേഷണത്തെ അവർ തന്നെ തള്ളിപ്പറഞ്ഞ് അവർ തന്നെ അതിൽ മാറ്റം വരുത്തി ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ആഭ്യന്തരമന്ത്രി തന്നെ നിർദ്ദേശം കൊടുത്തതിൻ്റെ ഭാഗമായി, ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തതിൻ്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്ന്. ഇത് എവിടെയാണ് നമുക്ക് ഇത്തരത്തിൽ സമാന്തരമായിട്ടുള്ളൊരു സാഹചര്യം കാണാൻ കഴിയുക? അതായത് സത്യപ്രതിജ്ഞാ ലംഘനത്തിലൂടെ എല്ലാ നിയമവ്യവസ്ഥയും വളച്ചൊടിച്ച് ഒരു സംസ്ഥാന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അധികാരത്തിൽ ഇടപെട്ടുകൊണ്ട് അവർ നേരത്തെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ വളച്ചൊടിച്ച്, ആ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല പറയുന്നത്, അന്വേഷണ യോഗേന്ദ്ര ഗുപ്തയാണ് അന്ന് റിപ്പോർട്ട് കൊടുത്തത് ഇന്ന കാര്യങ്ങൾ CBI അന്വേഷിക്കണമെന്ന്. ഇപ്പോൾ പറയും, നേരെ ആഭ്യന്തരമന്ത്രി വന്നിട്ട് പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ അന്വേഷിച്ചു, അപ്പോൾ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതായത് കൃത്യമായി നിയമലംഘനമാണ്, അധികാര ദുർവിനിയോഗമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതുകൊണ്ട് എന്തായാലും ജുഡീഷ്യൽ റിവ്യൂവിന് ഇത് വിധേയമാകും. കോടതിയിലടക്കം ഈ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയടക്കം മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഏതെങ്കിലും തരത്തിൽ LDFന്റെ ഭരണകാലത്ത് ഒരു തരത്തിലും അന്വേഷിക്കാൻ പറ്റാത്തൊരു കേസായി കണ്ടതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതിൽ തെളിവില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ ഒരിക്കലുമല്ല. നമുക്കറിയാം, നിയമസഭയിൽ നുണ പറഞ്ഞു, നിയമസഭയിൽ പറഞ്ഞു അങ്ങനെ ഒരു പണപ്പിരിവ് ഞാൻ നടത്തിയിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. പിന്നെ പറവൂർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ അങ്ങ് ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്, ലണ്ടനിൽ പോയിട്ടുണ്ട്, പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയില്ല, നിയമസഭയുടെ അനുമതിയില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയില്ല. ആ പ്രളയകാലത്ത് കേരളത്തിന്റെ മന്ത്രിമാർക്ക് വിദേശത്ത് പോയി കേരളത്തിന് വേണ്ടി സഹായങ്ങൾ ഏറ്റുവാങ്ങാനുള്ള അവസരം വരെ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ച സമയത്ത് ഒരനുവാദമില്ലാതെ പോയി പരസ്യമായിട്ട് പണപ്പിരിവ് നടത്തുന്നു. വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് പോകാൻ അനുവാദം കിട്ടിയാൽ ഇത്തരത്തിൽ പരസ്യമായി പണം സമ്പാദിക്കുവാനും പണം ആവശ്യപ്പെടാനും അത് ഒരു വിദേശ രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഒരു തരത്തിലും നിയമപരമായിട്ടുള്ള അനുവാദമില്ല. അപ്പോൾ പരസ്യമായിട്ടുള്ള നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്.
അപ്പോൾ എത്ര രൂപ വന്നു, ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് വന്നത്, അവിടെ പല ട്രസ്റ്റുകളുടെയും ഒക്കെ പേര് പറയുന്നുണ്ട്. അത് വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ തന്നെ നടത്തണം. ഏതായാലും വിദേശത്തുനിന്ന് പണം അയക്കുമ്പോൾ ആ പണം അയച്ച സോഴ്സ് അടക്കം കണ്ടുപിടിക്കാൻ കേരളത്തിലെ വിജിലൻസിന് സാധിക്കില്ല. CBI അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മറ്റു രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസിയുമായി സഹകരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. അതാണ് അന്വേഷിക്കണം, സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം അന്വേഷിക്കണം എന്ന തരത്തിലുള്ള ശുപാർശകളും അതിന്റെ തുടർ നടപടികളും സ്വീകരിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുമോ, അത് എവിടം വരെ പോകും എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. കാരണം ഒരേ നയമാണ് കേന്ദ്രവും സംസ്ഥാനവും നടപ്പാക്കുന്നത്. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഞങ്ങൾ നടപ്പാക്കും എന്ന് ഇന്ന് UDF-ന്റെ ഉന്നതാധികാര സമിതി യോഗം കൂടിയിട്ട് തീരുമാനമെടുത്തതടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ PM നിയാസ് കോൺഗ്രസിന്റെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ, RSSന്റെയും സംഘപരിവാറിന്റെയും ഇംഗിതം നടപ്പാക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് പച്ചയായി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു, എന്താണോ RSSന്റെയും BJPയുടെ നയം അതാ ഈ കേരളത്തിൽ കൃത്യമായിട്ട് നടപ്പാക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതിഷേധവുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള ഒരു അധികാര ദുർവിനിയോഗമാണ്. CBI വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി ഇതിൽ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു നീക്കം നടത്താതെ സംസ്ഥാന അന്വേഷണ ഏജൻസിയുടെ അധികാരത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള പച്ചയായ അധികാര ദുർവിനിയോഗമാണ്. അതുകൊണ്ട് ഏതായാലും അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.